നമസ്കാരം, സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഫെമിന. ഞാനിപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ് എന്ന് വെച്ചാൽ ലിമിറ്റ്സ് എന്ന് പറയുന്ന പോർഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ലിമിറ്റ്സ് എന്ന് പറയുന്നത്? എന്താണ് ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ? നമ്മൾ കേട്ടിട്ടുണ്ട്, ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പരിധി അല്ലേ, അല്ലെങ്കിൽ ആ ഒരു റേഞ്ച്, ആ റേഞ്ചിനുള്ളിലുള്ള ആ ഒരു പർട്ടിക്കുലർ വാല്യൂ, ആ ഒരു പരിധിക്കുള്ളിലുള്ള ഒരു വാല്യൂ, അതാണ് സിംപ്ലി ലിമിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഡെഫിനിഷൻ ആദ്യം എന്താണെന്ന് നോക്കാം. The limit of a function is a fundamental concept in calculus and mathematical analysis describing the behavior of a function as its input approaches a particular value. ഡെഫിനിഷൻ കണ്ടിട്ട് ആരും വറീഡ് ആകണ്ട, ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നമ്മൾ എന്താണ് ഫംഗ്ഷൻ, എന്താണ് ഫംഗ്ഷൻസിനകത്തുള്ള റിലേഷൻസ് എന്താണെന്നൊക്കെയുള്ള കാര്യം ഈ ഒരു മൊഡ്യൂളിൽ തന്നെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ, നമ്മളൊരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുകയാണ്, ഇതൊരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് ഇതെന്ന് പറയുന്നത്, ഈ ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ ഒരു പർട്ടിക്കുലർ വാല്യൂ, നമ്മൾ ഫംഗ്ഷന് ഇൻപുട്ടായിട്ട് വാല്യൂസ് കൊടുക്കില്ലേ? ഫംഗ്ഷൻ്റെ ഒരു ഇൻപുട്ട് വാല്യൂ എന്ന് പറയുന്നത്, നോക്ക്, ബിഹേവിയർ ഓഫ് എ ഫംഗ്ഷൻ ആസ് ഇറ്റ്സ് ഇൻപുട്ട് അപ്രോച്ചസ് എ പർട്ടിക്കുലർ വാല്യൂ. ദ ബിഹേവിയർ ഓഫ് എ ഫംഗ്ഷൻ അല്ലേ, ബിഹേവിയർ ഓഫ് എ ഫംഗ്ഷൻ ആസ് ഇറ്റ്സ് ഇൻപുട്ട് അപ്രോച്ചസ് എ പർട്ടിക്കുലർ വാല്യൂ. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണ്? ഈ ഒരു പർട്ടിക്കുലർ വാല്യൂവിലേക്ക് നമ്മൾ ആ ഫംഗ്ഷനിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്ന സമയത്തുണ്ടാകുന്ന ആ ഫംഗ്ഷൻ്റെ ബിഹേവിയറൽ ചേഞ്ച് അല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇപ്പോൾ പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും കേട്ടോ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ സിംപ്ലി നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക, നമ്മൾ ഈ കാൽക്കുലസിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന ഒരു എന്താണ് ടേം ആണ് സിംപ്ലി ലിമിറ്റ് എന്ന് പറയുന്നത്. എന്താണ് കാൽക്കുലസ്? കാൽക്കുലസ് എന്താ? നമ്മൾ ഇത്രയും കാലം, അതായത് ഒരു 10th ലെവൽ വരെയൊക്കെ നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ അതൊക്കെയല്ലേ കൂടുതൽ പഠിക്കുന്നത് അല്ലേ. നമ്മൾ ഒരു +1 +2 ലെവലിലോട്ടൊക്കെ വരുമ്പോഴാണ് ഈ കാൽക്കുലസ് പരിചയപ്പെടുന്നത് കേട്ടോ. അതായത് കാൽക്കുലസിൽ വരുന്നതാണ് ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഓക്കെ, റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള അഡീഷൻ അല്ലെങ്കിൽ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ, ആ ഒരു കോൺസെപ്റ്റിലോട്ട് വരുമ്പോൾ ഒരു കുറച്ചുകൂടി ഒരു ഹൈ ലെവലായിട്ടുള്ള ഒരു ഇതാണ് മെത്തേഡ്സ് ആണ്. മാത്സിലുള്ള കുറച്ച് മെത്തേഡ്സ് ആണ് ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ എന്നൊക്കെ പറയുന്നത്. അതിനെയൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു മാത്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഈ കാൽക്കുലസ് എന്ന് പറയുന്നത്. ഓക്കെ, കാൽക്കുലസിൽ വരുന്നൊരു ടേമാണ് ലിമിറ്റ്സ്. തൽക്കാലം അത്രയും മനസ്സിലാക്കി വെച്ചിരിക്കാം. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഓരോ കോൺസെപ്റ്റ് പഠിച്ചു വരുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് സിംപ്ലി ലിമിറ്റ് എന്നുള്ള കാര്യം മനസ്സിലായോ? വേറൊന്നുമില്ല, നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, ആ ഫംഗ്ഷന് നമ്മളൊരു ഇൻപുട്ട് വാല്യൂ കൊടുക്കും. ആ ഇൻപുട്ട് വാല്യൂ കൊടുക്കുന്ന സമയത്ത് ആ ഫംഗ്ഷൻ ഉണ്ടാകുന്ന ബിഹേവിയറലായിട്ടുള്ള ചേഞ്ച്, അതിനെയാണ് അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിംപ്ലി പുട്ട് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഹാസ് ലിമിറ്റ് എൽ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ if as x gets closer to a the value of f of x approaches to l. ഞാൻ പറയുവാണ്, നോക്കിക്കേ, ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന് ഒരു ലിമിറ്റ് ഉണ്ടെന്നിരിക്കട്ടെ, എൽ എന്ന് പറയുന്നൊരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ, എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിന്റിൽ ഇതിനൊരു ലിമിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ് എക്സ് ഗെറ്റ് ക്ലോസർ ടു എ ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് അപ്രോച്ചസ് ടു എൽ. നോക്കിക്കേ, സിംപ്ലി ഈ എൽ എന്ന് പറഞ്ഞാൽ എന്നറിയാമോ? നമ്മൾ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന് ഇൻപുട്ടായിട്ട് നമ്മൾ എ എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുക്കുന്ന സമയത്തുണ്ടാകുന്ന ലിമിറ്റാണ് ആ എൽ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, അടുത്തതാണ് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. അപ്പം ലിമിറ്റ് എന്താണെന്നുള്ള കാര്യം പറഞ്ഞു. ഇനി എന്താണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, എന്താണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്നാണ് പറയുന്നത്. എന്താണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, എന്താണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്നറിയാമോ? നോക്കിക്കേടെ, ഞാൻ പറഞ്ഞു, ഇപ്പം ഇത് നോക്കിക്കേ, ഇത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന് ഇപ്പം എ എന്ന് പറയുന്ന ഒരു പോയിന്റിലുള്ള അല്ലേ, ആ ഫംഗ്ഷൻ്റെ ആ ബിഹേവിയറിനെ കുറിച്ച് അറിയണമെന്ന് പറഞ്ഞു അല്ലേ. നമ്മൊന്ന് ആലോചിച്ച് നോക്കിയിടേ നിങ്ങൾ, ഇപ്പോൾ എൻ്റെ ബിഹേവിയർ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആർക്കായിരിക്കും? ഇപ്പം എൻ്റെ പേരൻസിനോ എൻ്റെ സിബ്ലിങ്സിനോ ഞാനുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്കല്ലേ എൻ്റെ ബിഹേവിയർ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. അതുപോലെയല്ലേ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും കാര്യം? അതുപോലെ തന്നെ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിന് എ എന്ന് പറയുന്ന വാല്യൂവിലുള്ള അതിൻ്റെ ബിഹേവിയർ കറക്റ്റായിട്ട് അറിയണമെങ്കിൽ എയോട് ഡയറക്റ്റ് ചോദിക്കുകയല്ല വേണ്ടത്. ഇപ്പോൾ എന്നോട് ഡയറക്റ്റ് ആണോ ചോദിക്കുന്നത് എൻ്റെ സ്വഭാവം എന്താണെന്ന്? അല്ല, പകരം ഞാനുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഈ എ എന്ന് പറയുന്ന പോയിന്റിലുള്ള എഫ് ഓഫ് എക്സിൻ്റെ ബിഹേവിയർ അറിയാൻ നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, എയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് ചോദിക്കാം,
അല്ലേ? അല്ലെങ്കിൽ എയിൽ നിന്ന് റൈറ്റിലോട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോടും ചോദിക്കാം. ഇങ്ങനെ രണ്ട് രീതിക്ക് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് കറക്റ്റ് അതിൻ്റെ ബിഹേവിയർ കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഈ എയിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള ആൾക്കാരോട് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ അതിനെ പറയാമെന്നറിയാമോ? എ മൈനസ്. മനസ്സിലായോ? നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതാണ്. എ മൈനസ് എന്ന് പറയും. ലെഫ്റ്റിലോട്ടുള്ള ആൾക്കാരാണെങ്കിൽ എ മൈനസ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി, എയുടെ ക്യാരക്ടർ അറിയാനായിട്ട് അല്ലെങ്കിൽ എയുടെ ബിഹേവിയർ അറിയാനായിട്ട് എയുടെ റൈറ്റിലോട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാലും കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ? അതായത് എ പ്ലസ്. കണ്ടോ? എ പ്ലസിനോട് ചോദിച്ചാലും കിട്ടും, എ മൈനസിനോട് ചോദിച്ചാലും കറക്റ്റ് ആയിട്ടുള്ള ബിഹേവിയർ കിട്ടും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാടെ? നമ്മൾ ഈ ലിമിറ്റ് എങ്ങനെ എഴുതുമെന്ന് അറിയാമോ? കണ്ടോ? ലിമിറ്റ് നമ്മൾ എല്ലായ്പ്പോഴും എഴുതുന്നത് ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന കണ്ടോ ഇങ്ങനെയാണ്, LIM. ഇപ്പം ഞാൻ പറയുവാണ് എഫ് ഓഫ് എക്സ് ആണ് നമ്മുടെ ഫംഗ്ഷൻ അല്ലേ? അപ്പോൾ എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ ആണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു, കണ്ടോ, എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അതായത് ലെഫ്റ്റിലോട്ടുള്ള ആൾക്കാരോട് ചോദിക്കുമ്പോൾ ഉള്ള കാര്യമാണ് എ മൈനസ് ആയതുകൊണ്ടാണ് പറയുന്നത്. എന്താണ്? നോക്കിക്കേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. ഇങ്ങനെ നമുക്ക് എഴുതി കഴിഞ്ഞാലും എന്താണ്, എയുടെ ഒരു ബിഹേവിയർ നമുക്ക് കിട്ടും. എക്സ് ടെൻസ് ടു എ മൈനസ്. കണ്ടോ? അപ്പോൾ ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സിനെ നമ്മൾ പറയുന്ന പേരാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അഥവാ LHL. കണ്ടോ? ലെഫ്റ്റിലോട്ടല്ലേ, എ മൈനസ് അല്ലേ, അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അഥവാ LHL എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതുപോലെ തന്നെ ഇനി എയുടെ ക്യാരക്ടർ അറിയണമെങ്കിൽ, എഫ് ഓഫ് എക്സിന്റെ എയിലുള്ള ക്യാരക്ടർ അറിയണമെങ്കിൽ എന്താണ്, റൈറ്റിലുള്ള ആൾക്കാരോട് ചോദിച്ചാലും കിട്ടത്തില്ലേ? അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാടെ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ എങ്ങനെ എഴുതി? LIM ലിമിറ്റ് എക്സ് ടെൻസ് ടു. കണ്ടോ? ഈ ആരോ മാർക്ക് ഇട്ട് ഇങ്ങനെ എഴുതുന്നതിനെ നമ്മൾ വായിക്കുന്നത് ടെൻസ് ടു എന്നാണ്. കണ്ടോ? എക്സിന് ആ ഒരു ടെൻഡൻസി, ആ ഒരു പ്രവണതയുണ്ട് അല്ലേ, അതിലോട്ട് അടുക്കാനുള്ള, എ മൈനസിനോട് അടുക്കാനുള്ള ഒരു പ്രവണത, ടെൻസ് ടു അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്, ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് ഞാൻ പറഞ്ഞു, LHL. ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അപ്പോൾ എങ്ങനെ എഴുതാം? നോക്കിക്കേ, എങ്ങനെ ആയിരിക്കും? ഇതുപോലെ തന്നെ. എങ്ങനെ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് അല്ലേ, എ പ്ലസ് എഫ് ഓഫ് എക്സ്. കണ്ടോ? ഇതാണ് എന്ത്? ഇതാണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ഈ ഫംഗ്ഷന്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. എ പ്ലസ് ആയി, കണ്ടോ? എയുടെ റൈറ്റ് സൈഡിലോട്ടുള്ളതല്ലേ എ പ്ലസ് റൈറ്റ് ഹാൻഡ് ലിമിറ്റും, എ മൈനസ് വരുന്നത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വരുമ്പോഴും ആണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. നോക്കിക്കേ, വി സേ limit x tends to a minus f of x is the expected value of f at x is equal to a given the value of f near x to the left of a. This value is called left hand limit of a. മനസ്സിലായോ? നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡെഫിനിഷൻ കൊടുത്തുവെന്നേ ഉള്ളൂ മനസ്സിലാക്കാനായിട്ട്, വേറൊന്നുമില്ല. കോൺസെപ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത്രയും കണ്ടൊന്നും പേടിക്കേണ്ട ആരും. കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്, ക്ലിയർ ആണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ് എന്ന് വെച്ചാൽ എന്താണ്, എ എന്ന് പറയുന്ന പോയിന്റിലോട്ട് ലെഫ്റ്റിൽ നിന്ന് അടുക്കുമ്പോൾ ഉള്ള ആ ഒരു ലിമിറ്റിനെയാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എ മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതും. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, കണ്ടോ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്. അതിനെയാണ് നമ്മൾ അതിൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്രയും ക്ലിയർ ആണല്ലോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണെന്ന് ഒന്നുകൂടി ഒന്ന് പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണെങ്കിൽ എങ്ങനെ എഴുതും, എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും എന്നുള്ള കാര്യമാണ് പറയുന്നത്. കണ്ടോ? ഇനി വേറൊരു കാര്യം ഞാൻ പറയട്ടെ. അങ്ങനെ നമ്മളൊരു കണക്ക് ചെയ്യുവാണ്. അപ്പോൾ ഓക്കെ, ഒരു കാര്യം കൂടി. അപ്പോൾ ഞാൻ പറഞ്ഞു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്, ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞു അല്ലേ. ഈ LIMന് പകരം നമുക്ക് LT ഇട്ട് എഴുതാം കേട്ടോ. LT എന്നിട്ടാലും മതി. ഓക്കെ, LT എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്, ഇങ്ങനെ എഴുതിയാലും കറക്റ്റാണ്. ഓക്കെ, ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താ ഞാൻ പറഞ്ഞേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്, ഇതല്ലേ റൈറ്റ് ഹാൻഡ് ലിമിറ്റ്? ആണല്ലോ, ആണ്. ഇനി നോക്കിക്കേടെ, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇപ്പം എൻ്റെ ക്യാരക്ടർ അറിയണമെങ്കിൽ എൻ്റെ പാരൻസിനോടോ ഞാനുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോടോ ചോദിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് എൻ്റെ ക്യാരക്ടർ അറിയാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞില്ലേ.
അതായത് ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റിനോട് ചോദിക്കുമ്പോഴും എൻ്റെ ക്യാരക്ടർ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പം ഞാൻ പറയുവാണ്, ഈ രണ്ട് പേരെയും, അതായത് ഇപ്പം എൻ്റെ ഒരു ക്യാരക്ടർ കുറച്ച് പേരെടുത്ത് എൻ്റെ വീടിൻ്റെ റൈറ്റ് സൈഡിൽ താമസിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ക്ലോസ് റിലേറ്റീവ്സായിട്ട് കുറച്ച് പേരെടുത്ത് ചോദിച്ചു, ഇനി എൻ്റെ പേരൻസിൻ്റെ അടുത്തും ചോദിച്ചു. അപ്പോൾ രണ്ട് പേരെടുത്ത് ചോദിച്ചപ്പോഴും എനിക്ക് ഒരേപോലത്തെ അല്ലെങ്കിൽ ചോദിക്കുന്നവർക്ക് ഒരേപോലത്തെ റെസ്പോൺസാണ് കിട്ടിയെന്നിരിക്കട്ടെ. രണ്ട് പേരെടുത്ത് ചോദിച്ചപ്പോഴും ഒരേപോലത്തെ റെസ്പോൺസാണ് കിട്ടിയത്. അപ്പോൾ എന്താണ്, പുറത്തുനിന്ന് വന്ന് നിങ്ങളിപ്പോൾ എൻ്റെ ക്യാരക്ടറിനെ കുറിച്ചാണ് തിരക്കിയത്, അപ്പോൾ നിങ്ങൾക്ക് ഒരേപോലത്തെ റെസ്പോൺസാണ് കിട്ടിയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക എന്താ, അപ്പോൾ അതായിരിക്കും എൻ്റെ കറക്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതായിരിക്കും ആൾ. രണ്ടുപേരും ഒരേപോലത്തെ റിപ്ലൈ അല്ലേ തന്നത്. അതുപോലെ തന്നെ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആയിട്ട് വരികയാണെങ്കിൽ ഞാൻ പറയുവാണ് എന്ത്, അതായത് ഒരു ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് പറയാം എന്താണ്, അതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം. എന്താണ്, ഇഫ് LHL ഈസ് ഈക്വൽ ടു RHL ആണെങ്കിൽ നമുക്ക് എന്ത് പറയാടേ, ലിമിറ്റ്സ് എക്സിസ്റ്റ് എന്ന് പറയാം. അവിടെ ലിമിറ്റ് ഉണ്ട് കണ്ടോ. അപ്പോൾ എന്തായിരിക്കും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്ത കണ്ടീഷൻ? LHL ഉം RHL ഉം രണ്ടും സെയിം അല്ല. സെയിം അല്ലാതെ വരുന്ന കണ്ടീഷൻ ലിമിറ്റ് ഉണ്ടാവോ? ഇല്ല. മനസ്സിലായോ? കേട്ടോടെ, ഇഫ് LHL is equal to RHL then limit exist. Then we can say that limit f of x equal to x tends to a. കണ്ടോ, അതായത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തു. എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എങ്ങനെ എഴുതാം? നമ്മൾ പിന്നെ അതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ f of x ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് നമുക്കൊരു വാല്യൂ കിട്ടി. അതുപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് നമുക്ക് വാല്യൂ കിട്ടി. ഈ രണ്ട് വാല്യൂവും സെയിം ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ലിമിറ്റ് എക്സസ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ സെയിം ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സ് മൈനസ് എന്നും എക്സ് പ്ലസ് എന്നൊന്നും എഴുതേണ്ട കാര്യമൊന്നുമില്ല. അപ്പം മനസ്സിലായി, സ്ഥിരമായ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. നമ്മൾ പിന്നെ സംശയത്തിൻ്റെ കാര്യമില്ല. പിന്നെ നമുക്കിതിനെ എങ്ങനെ എഴുതാം? നമുക്ക് ലിമിറ്റ് എക്സസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എഴുതാം ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ്. കണ്ടോ, ഇങ്ങനെ എഴുതാം. ലിമിറ്റ് എക്സിസ്റ്റ് ആണെങ്കിൽ എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് ഡയറക്റ്റ്ലി എഴുതാം. പിന്നെ എ മൈനസിൻ്റെയും എ പ്ലസിൻ്റെയും ഒന്നും ആവശ്യമില്ല. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മൾ പോണത് അടുത്തൊരു ടോപ്പിക്കിലേക്കാണ്, ഓൾജിബ്ര ഓഫ് ലിമിറ്റ്സ്. എന്താണ് ലിമിറ്റ്സിൻ്റെ ഓൾജിബ്ര എന്ന് പറയുന്നത്? എന്തായിരിക്കും? നമുക്കറിയാം ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ. ഇതൊക്കെയല്ലേ സിംപ്ലി ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അല്ലേ? അതുപോലെ തന്നെ ഇപ്പം ഞാൻ രണ്ട് ലിമിറ്റ്സിൻ്റെ കേസ് എടുക്കുക. കണ്ടോടെ, ഇപ്പം രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട് എൻ്റെ അടുത്ത്. കണ്ടോ, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും രണ്ട് ഫംഗ്ഷൻസ് ആണെന്ന് ഇരിക്കട്ടെ. എന്താണ്? എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും രണ്ട് ഫംഗ്ഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുവാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതായത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അതിന് ലിമിറ്റ് കൊടുക്കുന്നതാണ് അല്ലേ. രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും രണ്ട് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് കണ്ടുപിടിച്ചിട്ട് അതിന് ലിമിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് അല്ലേ. അതായത് ഇൻഡിവിജ്വലായിട്ട് രണ്ടുപേരുടെ ലിമിറ്റ് കണ്ടുപിടിച്ചിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. മനസ്സിലായോ? അതാണ് സം ലോ ഫോർ ലിമിറ്റ്സ്. കണ്ടോ, രണ്ട് ലിമിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുന്ന നിയമം അഥവാ സം ലോ ഓഫ് ഫോർ ഡിജിറ്റ് സം ലോ ഫോർ ലിമിറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമുക്കിത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ചെയ്യാനുണ്ട് കേട്ടോ. ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടിയൊക്കെ ക്ലിക്ക് ആവും. അടുത്ത് നോക്കിക്കേടെ, ഡിഫറൻസ് ലോ ഓഫ് ലിമിറ്റ്. അപ്പോൾ എന്തായിരിക്കും? രണ്ട് ലിമിറ്റുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് രണ്ടുപേരുടെയും, അതായത് ഓരോരുത്തരുടെയും ലിമിറ്റ് ഇൻഡിവിജ്വലി കണ്ടുപിടിച്ചിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് ആയിരിക്കും. മനസ്സിലായോ? എളുപ്പമല്ലേ? സമ്മ് പോലെ തന്നെ ഇവിടെ പ്ലസ് ആയിരുന്നു, ഇവിടെ മൈനസ് വന്നു. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, അടുത്ത് നോക്കിക്കേ, കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ലോ ഫോർ ലിമിറ്റ്. മൾട്ടിപ്പിൾ ലോ ഫോർ ലിമിറ്റ് എന്തായിരിക്കും? ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തതുപോലെ തന്നെ ആണോ? നോക്കിക്കേ, ലിമിറ്റ് സി ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ്. അതെന്തുവാടേ? നോക്കിക്കേ, ഇത്രയും നേരം നമ്മൾ ചെയ്ത പോലാണോ? ഒരു ചെറിയ വ്യത്യാസമുണ്ട്.
ഇത്രയും നേരമാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എടുത്ത് രണ്ട് പേരുടെ ആഡ് ചെയ്തതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാനായിരുന്നെങ്കിൽ ഓരോരുത്തരെയും ഇൻഡിവിജ്വലി ലിമിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ആഡ് ചെയ്യുവാണ് ചെയ്തത്. ഇനി ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കോൺസ്റ്റന്റ് ഇൻറ്റു എഫ് ഓഫ് എക്സ് കണ്ടോ, സി ഇൻറ്റു എഫ് ഓഫ് എക്സ്, അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്തേ? അവിടെ കോൺസ്റ്റന്റിന് നമ്മൾ ലിമിറ്റ് ഒന്നും കണ്ടുപിടിക്കണ്ട, ആ കോൺസ്റ്റന്റിനെ ഇനി പുറത്ത് കൊണ്ടുവന്ന് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കണ്ടോ, സി ഇൻറ്റു സി ഇഞ്ഞ് മാറ്റി വെച്ചിട്ട് ആ ഫംഗ്ഷന് മാത്രം ലിമിറ്റ് കൊടുത്താൽ മതി. എന്താണ്? കോൺസ്റ്റന്റ് ഇഞ്ഞ് മാറ്റി വെച്ചിട്ട് കണ്ടോ, സി ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ്, കണ്ടോ ഫംഗ്ഷന് മാത്രം ലിമിറ്റ് കൊടുത്താൽ മതി. കോൺസ്റ്റന്റ് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. ക്ലിയർ ആണോ? അതാണ് കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ലോ ഫോർ ലിമിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്തപ്പോൾ എന്താണ്? ഇനി അടുത്തത് പ്രോഡക്റ്റ് ലോ ഫോർ ലിമിറ്റ്. രണ്ട് ലിമിറ്റ്സിന്റെ പ്രോഡക്റ്റ് ലോയെ കുറിച്ചാണ് പറയുന്നത്. എന്തായിരിക്കും പ്രോഡക്റ്റ് ലോ? സിംപ്ലി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ് അല്ലേ? രണ്ട് ഫംഗ്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവരുടെ ലിമിറ്റ് കണ്ടുപിടിക്കുക. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് അല്ലേ? എളുപ്പമല്ലേ? മനസ്സിലായോ എങ്ങനെയാ ചെയ്തതെന്ന്? ഓക്കെ, അതാണ് പ്രോഡക്റ്റ് ലോ ഫോർ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിക്കേ, കോഷ്യന്റ് ലോ ഫോർ ലിമിറ്റ്. എന്തായിരിക്കും കോഷ്യന്റ് ലോ? കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഡിവിഷൻ അല്ലേ കോഷ്യന്റ്? അപ്പൊ കോഷ്യന്റ് ലോ ഫോർ ലിമിറ്റ് എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ്. രണ്ട് ഫംഗ്ഷൻസിനെ ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഫംഗ്ഷനെയും ലിമിറ്റ് എടുത്ത് കണ്ടുപിടിച്ചതിന് ശേഷം അവരെ ഡിവൈഡ് ചെയ്തതിന് തുല്യമായിരിക്കും അല്ലേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് ആയിരിക്കും. മനസ്സിലായോ? ഈസി അല്ലേ? എളുപ്പമല്ലേ? നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഒരു പാടുമില്ല, ലിമിറ്റ് വളരെ ഈസിയാണ് കേട്ടോ. ചെറിയൊരു ഐഡിയ മാത്രമേ അതിനകത്തുള്ളൂ. ഓക്കെ, ആ ഒരു ഐഡിയ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എളുപ്പത്തിന് നമുക്ക് പടപടാ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ഇതൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 1 കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് ഇതിൽ എഴുതിയിട്ട് ഞാൻ എന്തായാലും ഒരു പ്രാവശ്യം എഴുതി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകും കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതുന്നുണ്ടല്ലോ, അത് ഞാൻ ഒന്നും എഴുതി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകും കേട്ടോ. നോക്കിക്കേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 1 എങ്ങനെ ചെയ്യുവടാ? ലിമിറ്റ് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 1 ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. എങ്ങനെ ചെയ്യും? അതായത് എക്സിന്റെ വാല്യൂ ടെൻസ് ടു 2 2വിനോട് അടുക്കുമ്പോൾ, ടെൻസ് ടു 2 എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ ടെൻസ് ടു എ എന്താ പറഞ്ഞേ? എയിനോട് അടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ എ എന്നാണോ അതിന്റെ അർത്ഥം? അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ 2 എന്നാണോ അർത്ഥം? 2 അല്ല, 2വിനോട് അടുക്കുകയാണ്. അതായത് ഒന്നുകിൽ 2വിനേക്കാൾ ചെറിയ വ്യത്യാസമുള്ള സ്ലൈറ്റ്ലി കൂടിയ വാല്യൂസ് ആവാം, അല്ലെങ്കിൽ 2വിനേക്കാൾ ചെറുതായി കുറഞ്ഞ വാല്യൂസ് ആവാം. എക്സാക്ട്ലി 2 അല്ല. മനസ്സിലായോ? അതാണ് ടെൻസ് ടു 2 അല്ലെങ്കിൽ ടെൻസ് ടു എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 1 എന്തായിരിക്കും? ഇതെങ്ങനെയാണ് ചെയ്യുന്ന അറിയാമോ? നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, സിമ്പിളാണ് ചെയ്യാൻ. ഇവിടെ എക്സ് കാണുന്നിടത്ത് അങ്ങ് 2 ഇട്ട് കൊടുത്താൽ മതി. എക്സിൻ്റെ വാല്യൂ 2വിലേക്ക് അടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ, ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ ഫംഗ്ഷൻ ആണ് കേട്ടോ. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എഫ് ഓഫ് എക്സ് എന്ന് എഴുതിയില്ലെന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ എങ്ങനെയായിരുന്നു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇങ്ങനെയല്ലായിരുന്നോ നമ്മൾ പഠിച്ചത്? ഇവിടെ അതിന് പകരം എന്താ കിടക്കുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സിന് പകരമാണ് ഇവിടെ എന്ത് കൊടുത്തിരിക്കുന്നത്? എക്സ് സ്ക്വയർ മൈനസ് 1 കൊടുത്തേക്കുന്നത്. അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? എക്സ് ടെൻസ് ടു എക്സ് സ്ക്വയർ മൈനസ് 1. അപ്പോൾ എക്സ് കാണുന്നിടത്ത് അങ്ങ് 2 ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴെന്താ? 2 സ്ക്വയർ മൈനസ് 1. 2ൻ്റെ സ്ക്വയർ എത്രയാടേ? 2ൻ്റെ സ്ക്വയർ 2 ഇൻറ്റു 2 4. 4 മൈനസ് 1. 4 മൈനസ് 1 എത്ര ആണേ? 3 അല്ലേ? സോ നമ്മുടെ ആൻസർ എത്ര വന്നു? 3 എന്ന് വന്നു. അതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് സ്ക്വയർ മൈനസ് 1ൻ്റെ ആൻസർ. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 4 എങ്ങനെ വരും? ലിമിറ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 4 നമ്മുടെ ബേസിക് ഫോർമുല എങ്ങനെയാ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ്, അതുപോലെ തന്നെ അല്ലേ? അപ്പോൾ എന്തെഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 4 അല്ലേ? അപ്പോൾ എക്സ് കാണുന്നിടത്ത് അങ്ങ് 2 ഇട്ട് കൊടുത്താൽ മതി. 2 സ്ക്വയർ മൈനസ് 4. 2ൻ്റെ സ്ക്വയർ എത്ര?
4 4 മൈനസ് 4. അപ്പം എന്ത് വരും ഇവിടെ? 0 വരും. 0 അല്ലേ? നമുക്ക് എന്താ വന്നേ? ലിമിറ്റ് x² - 4 x → 2 x² - 4ന്റെ വാല്യൂ നമുക്ക് 0 വന്നു. സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. ഇത് കണ്ട് സന്തോഷിക്കൊന്നും വേണ്ട, വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ, കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളതേ. വേറൊന്നുമില്ല, നമ്മൾ അത് ചെയ്യുന്ന ഐഡിയ എങ്ങനെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളി ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത് നോക്കിക്കേടാ. ഇത്രയും നേരം നമ്മൾ എക്സും എയും ഒക്കെ വെച്ചിട്ടാണ് കണ്ടത്. ഇപ്പം നോക്കിക്കേ, ലിമിറ്റ് r → 1 πr². എന്താണ് r → 1 πr²? എക്സോ വൈയും തന്നെ വരണമെന്നൊന്നുമില്ല കേട്ടോ, ഏത് വാല്യൂസ് വരാം, ഏത് വേരിയബിൾസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, ഒരു പ്രശ്നവും. നോക്കിക്കേ, ലിമിറ്റ് r → 1 πr² അല്ലേ? ആറിൻ്റെ വാല്യൂ 1ലേക്ക് അടുക്കുമ്പോൾ πr² വാല്യൂ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യാം? ഒന്നുമില്ല, നേരത്തെ പോലെ തന്നെ π × r². 6 കാണുന്നിടത്ത് 1 ഇട്ട് കൊടുക്കുക. π × 1². സോ π × 1 എന്താ? π തന്നെയല്ലേ? സോ നമ്മുടെ ആൻസർ എത്ര കിട്ടി? π എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നോക്കിക്കേ. ഫൈൻഡ് f(x) = 2x + 3 if x less than or equal to 0 and 3 × x + 1 if x greater than 0. അങ്ങനല്ലേ? നോക്കിക്കേടേ, ഞാനേ ഈ ക്ലാസ് തുടങ്ങിയ സമയത്ത് ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ കാര്യവും പറഞ്ഞു, റൈറ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ കാര്യവും പറഞ്ഞു അല്ലേ? പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഞാൻ ഇതിന് മുന്നേതാ ഇപ്പോൾ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസിലെല്ലാം ഒന്നിലും ഞാൻ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഒന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ. ചുമ്മാ ആ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതല്ലേ ഉള്ളൂ. ഡയറക്റ്റ് x → 2 എന്താണോ ആ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് അത് എന്താണ്? അവിടെയൊക്കെ നമുക്ക് ഒരൊറ്റ ഫംഗ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ ഫംഗ്ഷൻ, ഒരു റേഞ്ചിൽ ഒരു ഫംഗ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്ക് ഡയറക്റ്റ് ആ വാല്യൂ കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേടാ, ഇവിടെ 2 റേഞ്ചില്ലേ? അതായത് f(x)ന്റെ വാല്യൂ എന്താണ്? 2x + 3 ആകും. എപ്പോഴാണ്? x <= 0. എക്സിന്റെ വാല്യൂ <= 0 ആവുന്ന കേസിൽ f(x) 2x + 3 ആണ്. അതുപോലെ തന്നെ എന്താണ്? f(x)ന്റെ വാല്യൂ <0 ആവുന്ന കേസിൽ 3 × x + 1 ആണെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് വേണം ഇവിടെ? ഇവിടെയാണ് നമ്മൾ രണ്ടും കണ്ടുപിടിക്കാനുള്ളത്. ഏതൊക്കെ? LHL കണ്ടുപിടിക്കണം, RHL കണ്ടുപിടിക്കണം. നമുക്ക് നോക്കിയാലോ. അപ്പം ഞാൻ ആദ്യം LHL RHL ഒക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണേ. അപ്പോൾ LHL എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് നോക്കിക്കേ, ഞാൻ പറഞ്ഞു ഇതിപ്പോൾ a എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് നമുക്ക് f(x)ന് കൊടുക്കേണ്ടതെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലെഫ്റ്റിൽ നിന്ന് വരുന്നത് ഇങ്ങോട്ടുള്ള വാല്യൂ a- എന്നല്ലേ പറഞ്ഞത്? ആണ്. റൈറ്റിൽ നിന്നുള്ള വാല്യൂ എന്താ ഞാൻ പറഞ്ഞത്? a+ അല്ലേ പറഞ്ഞത്? ആണ് അല്ലേ? അപ്പോൾ ലെഫ്റ്റിൽ നിന്നുള്ളത് a-, അതായത് ലെഫ്റ്റിൽ നിന്നുള്ളതെന്ന് പറയുമ്പം ലെസ് ദാൻ ആയിരിക്കും അല്ലേ? അപ്പോൾ നോക്കിക്കേടാ, നമ്മുടെ ഈ ഫംഗ്ഷനകത്ത് എക്സിൻ്റെ വാല്യൂ x <= 0 വരുന്ന എപ്പോഴാ? വരുന്ന സമയത്തുള്ള ഫംഗ്ഷൻ ഏതാ? f(x) = 2x + 3 ആണ് അല്ലേ? അങ്ങനെയല്ലേ കൊടുത്തേക്കുന്ന? അപ്പം നമുക്കിതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? നോക്കിക്കേ, ഞാൻ എഴുതുന്നത് ശരിയാണോ നോക്കിക്കേ. ലിമിറ്റ് x → എന്താണ്? നമ്മളെ പറഞ്ഞിരിക്കുന്ന വാല്യൂ 0 അല്ലേ? 2 സ്ഥലത്തും 0 തന്നെയല്ലേ? അപ്പോൾ എന്താണ്? x → 0 അല്ലേ? അല്ലേ? <0 അല്ലേ? അപ്പോൾ 0 - കണ്ടോ? ലിമിറ്റ് x → 0 - എന്തെഴുതാം? 2x + 3 കണ്ടോ? ഇങ്ങനെയാ ചെയ്യുന്നേ. ലിമിറ്റ് x → 0 - f(x)ന് പകരം 2x + 3 കൊടുത്തു. ഇനി എന്ത് വേണം? ഇനി നമ്മൾ എന്ത് ചെയ്യണം? x കാണുന്നിടത്തെല്ലാം 0 ഇട്ട് കൊടുക്കണം. മനസ്സിലായോ? നേരത്തെ അങ്ങനെയല്ലേ ചെയ്താ? f(x) x → a അല്ലെങ്കിൽ f(x) കണ്ടുപിടിച്ചിട്ട് x കാണുന്നിടത്തൊക്കെ a ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലിമിറ്റ് കിട്ടി. ലിമിറ്റ് x → 0 - 2x + 3 എന്ന് പറഞ്ഞാൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം x കാണുന്നിടത്ത് അങ്ങ് 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ എങ്ങനെ എഴുതും? ലിമിറ്റ് x → 0 - എന്താ? 2x + 3 2 × x പകരം 0 + 3 2 × 0 എന്താണ്? 0 + 3. അപ്പോൾ നമുക്ക് എന്താ വന്നത് നോക്കിക്കേ. ലിമിറ്റ് x → 0 എന്താണ്? f(x) അല്ലെങ്കിൽ 2x + 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം നമുക്ക് എന്താ വന്നേ?
നമുക്ക് 3 എന്ന് വന്നു അല്ലേ. അതായത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ വാല്യൂ അവിടെ 3 എന്ന് വന്നു. ക്ലിയർ ആണല്ലോ? അത്രയും ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കിക്കേടാ, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു അല്ലേ, എക്സ് ടെൻസ് ടു 0 പ്ലസ് ആവണ്ടേ അല്ലേ. 0യുടെ റൈറ്റ് സൈഡിലുള്ളത്, ഇപ്പോൾ ഇവിടെ എ ആണെങ്കിൽ എ പ്ലസ്, ഇവിടെ ഇപ്പോൾ 0 ആണെങ്കിൽ 0 പ്ലസ് വേണം. അത് എക്സിൻ്റെ വാല്യൂ 0ത്തേക്കാൾ കൂടുതലാകണം. കണ്ടോ, എക്സ് ടെൻസ് ടു 0 പ്ലസ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് വരുന്ന സമയത്ത് എന്താണ് വാല്യൂ? 3 ഇൻറ്റു എക്സ് പ്ലസ് 1 അല്ലേ. 3 ഇൻറ്റു എക്സ് പ്ലസ് 1. ഓക്കെ അല്ലേ? അപ്പോഴോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 1. എക്സ് കാണുന്നിടത്ത് 0 ഇട്ട് കൊടുക്കാം. 3 ഇൻറ്റു 0 പ്ലസ് 1 എന്ന് വരും. എന്ത് വരും ചെയ്യുമ്പോൾ? 3 ഇൻറ്റു 0 0 വരും. 3 ഇൻറ്റു 1 1. 0 പ്ലസ് 3 നമുക്ക് എന്താ ആൻസർ വരുന്നേ? 3 എന്ന് വന്നു. അപ്പം നോക്കിക്കേ, നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിച്ചപ്പോൾ എത്ര വന്നത് ആൻസർ? ഫൈനലി 3 വന്നു. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ചെയ്തപ്പോഴും നമുക്ക് എത്ര വന്നത്? 3 വന്നു അല്ലേ. നോക്കിക്കേ, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്താ? അതായത് ഇപ്പോൾ എൻ്റെ ക്യാരക്ടർ ചോദിച്ചപ്പോൾ എൻ്റെ എല്ലാവരും, എൻ്റെ ക്ലോസ് ആയിട്ടുള്ളവരും പേരൻസും എല്ലാം ഒരേപോലെയാണ് പറയുന്നതെങ്കിൽ അതാണ് എൻ്റെ ഫിക്സഡ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഇവിടെ സെയിം ആയിട്ട് വന്നില്ലേ. അപ്പോൾ നമുക്ക് എന്ത് കൺഫേം ചെയ്ത് പറയാം? അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 2x പ്ലസ് 3 അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 2x പ്ലസ് 3 അല്ല, എഫ് ഓഫ് എക്സ്, ആ ഫംഗ്ഷൻ്റെ എക്സ് ടെൻസ് ടു 0യിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 ആയിരിക്കും. മനസ്സിലായോ? അതായത് ഇവിടെ എന്താടാ? LHL ഈസ് ഈക്വൽ ടു RHL ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സിസ്റ്റ് എന്ന് പറയാം. കണ്ടോ, LHL ഈസ് ഈക്വൽ ടു RHL ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം അല്ലേ. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ പറഞ്ഞു രണ്ടുപേരും ഒരേപോലെ വന്നു. നമുക്ക് ലിമിറ്റ് കണ്ടുപിടിച്ചിട്ട് LHLും RHLും ഒരേപോലെ വന്നു കഴിഞ്ഞാൽ അതിന് ലിമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ലിമിറ്റ് ഉണ്ടെങ്കിൽ പിന്നെ A മൈനസ് എന്നും A പ്ലസ് എന്നൊക്കെ എഴുതേണ്ട കാര്യമുണ്ടോ? പിന്നെ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ എങ്ങനെ എഴുതിയത്? നേരത്തെ രണ്ടുപേരുടെയും LHLും RHLും ഈക്വൽ ആയിട്ട് വന്നപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു A മൈനസും അല്ല A പ്ലസും അല്ല, ലിമിറ്റ് എക്സ് ടെൻസ് ടു A എഫ് ഓഫ് എക്സ് എന്നല്ലേ എഴുതിയത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു A അല്ലേ, എഫ് ഓഫ് എക്സ് അല്ലേ. ഇവിടെ എന്താണ്? ഇവിടെ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഇവിടെ എന്താണ്? ഈക്വൽ ടു 3 ആണ്. 3 അല്ലേ നമുക്ക് കിട്ടിയ ആൻസർ. ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? എന്താണ് നമ്മൾ ചെയ്തതെന്നൂടെ നോക്കിക്കേ. നമുക്കിവിടെ ഫംഗ്ഷനകത്ത് 2 വാല്യൂസ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരുമ്പോഴൊരു വാല്യൂവും എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുമ്പോഴൊരു വാല്യൂവും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2 കേസ് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ LHLും കണ്ടുപിടിച്ചു, RHLും കണ്ടുപിടിച്ചു. 2 കൂടി കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? രണ്ടും ഈക്വൽ ആണെന്ന് സെറ്റ് ചെയ്തു അല്ലേ. രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. അങ്ങനെ രണ്ടുപേരും ഈക്വൽ ആയതുകൊണ്ട്, LHLും RHLും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി? അതിൻ്റെ ലിമിറ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലായി. ക്ലിയർ ആണല്ലോ?